ജോലിക്ക് ആളെ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. യൂണിയന്റെ കാർഡുണ്ടോ? കാർഡോ? KPTO CPTO? ഞാൻ അതിലൊന്നുമില്ല. പറഞ്ഞില്ലേ യൂണിയൻ മെമ്പർക്ക് ഇവിടെ ജോലിയുള്ളൂ. അതെന്താ സാർ, പുതുതായി വരുന്നവർക്ക് ഇവിടെ ജോലി ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇതെന്ത് ന്യായമാ സാർ? ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, വെറുതെ നിൽക്കണ്ട. ഇവിടെ ജോലിക്ക് ആളെ ആവശ്യമുണ്ട്. ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്. പിന്നെന്തിനാ വെറുതെ KPTU CPTU നോക്കുന്നത്? അതൊന്നും എനിക്കറിയണ്ട. തനിക്ക് ഇവിടെ ജോലിയില്ല. താൻ ഏത് യൂണിയനാണെന്ന്? ആ തീപ്പെട്ടി ഞാൻ. താൻ KPTU CPTU? ഞാനൊരു യൂണിയനിലും ഇല്ല. എന്നാ തീപ്പെട്ടി ഇല്ല. നമസ്തേ. എന്താ, എന്ത് വേണം? ഇവിടുത്തെ പോർട്ടില് ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് കേട്ടു. തിരക്കിയപ്പം ഈ യൂണിയൻ ഓഫീസിൽ നിന്നാ അതിനുള്ള പാസ് കൊടുക്കുന്ന അറിഞ്ഞു. എനിക്കൊരു പാസ് തരണം. പാസ് ഇവിടത്തെ യൂണിയൻ അംഗങ്ങൾക്ക് കൊടുക്കും. ഞാനും അങ്ങാവോ സാർ? പോർട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ ചുരുങ്ങിയത് 19 രൂപ കൂലി കിട്ടുന്നതാ. അത് ചുമ്മാ വന്നങ്ങ് ചോദിച്ചാൽ തരാൻ പറ്റുമോ? പിന്നെ എന്ത് വേണം സാർ? ജോലി വേണമെങ്കിൽ താൻ ഒരു 5000 രൂപ കൊണ്ടുപോവാ. യൂണിയനിൽ അംഗമാവാൻ 5000 രൂപയോ? തനിക്ക് പോർട്ടിലെ ജോലിക്ക് പാസ് വേണോ? 5000 രൂപ തരണം. അപ്പം സാറ് കൈക്കൂലി ചോദിക്കുകയാണോ? രൂപയുണ്ടെങ്കിൽ കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ താൻ പോ. ഇതെന്ത് ഇടപാടാ സാറേ? എവിടെയെങ്കിലും ജോലിക്ക് എന്ന യൂണിയന്റെ പാസ് വേണം. ഇവിടെ വരുമ്പോ കൈക്കൂലി ചോദിച്ചാലോ അത് 5000 രൂപയും പറ്റും. ഇത്രയും രൂപ ഉണ്ടായിരുന്ന ഞാൻ ഇങ്ങോട്ട് തണ്ടാൻ പറഞ്ഞോ? മതി മതി, വാ വിടോ. താനിങ്ങോട്ട് ഇറങ്ങിക്കേ. ഇവിടെ കയ്യിന്ന് വിടോ. ഇറങ്ങിപ്പോ. ഞാൻ പൊയ്ക്കോളാം പറഞ്ഞില്ലേ? പിടിച്ച് തള്ളാൻ മതിയാ പെറുക്കികള്. വലിയ ആളുകളാണ് നേരം. എന്താ കാര്യം? പോർട്ട് ജോലിക്ക് എന്ന യൂണിയൻ ഓഫീസിൽ ചെല്ലേ. യൂണിയൻ ഓഫീസ് വന്നപ്പോഴോ ഒരു പാസിന് 5000 രൂപ വേണമെന്ന്. യൂണിയൻകാരും കൈക്കൂലി വായിക്കാ. ആരാ ചോദിച്ചത്? ആ സെക്രട്ടറി. തനിക്ക് തകർത്തൊന്ന് പറയാമോ? ഓ ഞാൻ വരാം. എന്താ? കഴിഞ്ഞ 6 മാസമായില്ലേ ഇന്ന് വാ നാളെ വാന്നും പറഞ്ഞ് നിങ്ങൾ ഞങ്ങളായിട്ട് നടത്തിക്കാൻ തുടങ്ങിയിട്ട്? കുടുംബത്തെ പട്ടിണിക്കിട്ട പച്ചവെള്ളം പോലും കുടിക്കാതെ ദിവസവും ഞങ്ങൾ പുറത്ത് കാത്തു നിൽക്കുന്നു. അതിന് ഞാനെന്ത് പിഴച്ചു? പോർട്ടുകാർ സംഭവിച്ചിട്ട് ഞങ്ങൾക്ക് പണി തരാതെ അവരുടെ കാശ് വാങ്ങി നിങ്ങൾ എത്ര കൊടുത്തു? ഇല്ലാത്ത കാര്യം പറയരുത്. ഞങ്ങൾ ആരോടും പൈസ വാങ്ങിയിട്ടില്ല. ഇവരോടൊരു പാസിന് 5000 രൂപ ചോദിച്ചില്ലേ? ആരാ ചോദിച്ചത്? സാറല്ലേ ഇപ്പൊ എന്നോട് ചോദിച്ചത്? എടാ, കള്ളം പറഞ്ഞാലുണ്ടല്ലോ. കള്ളം പറയാൻ താനാ. ഒരു പാസിന് 5000 രൂപ വേണമെന്ന് ഇപ്പൊ എന്നോട് ചോദിച്ചത്. ഒരുപാട് മുറിഞ്ഞു. ഒന്നുമില്ല. ഞങ്ങൾ കാരണം നീയും അടി വാങ്ങിച്ചു. അതൊന്നും സാരമില്ല. ഈ ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നില്ലേ? ഇല്ലേ റോഡിൽ കിടക്കണം. എനിക്ക് രണ്ടും ഒരുപോലെ. രാമുന്റെ നാട് അങ്ങ് വടക്ക. പക്ഷെ അവിടെ ഇപ്പൊ എനിക്ക് ആരുമില്ല. അപ്പോ കിടക്കുന്നില്ലേ? ഞാൻ കിടക്കാൻ പോവാ. അച്ഛനിവിടെ ഒരു പെറ്റി കേസിന് ജാമ്യത്തിനൊരു വക്കീൽ വേണം. ഇവിടുത്തെ വക്കീൽ സാർ ബിസിയാ. അച്ഛൻ അപ്പുറത്തോട്ട് ചെന്നാട്ടെ, ഒഴിവുള്ളവരുണ്ടാവും.
മേ ഐ കം ഇൻ? ഐ ആം ഫാദർ വില്യംസ്. ഞാൻ ജനാർദ്ദൻ. പ്ലീസ്. താങ്ക് യു. ഞാൻ പുല്ലാനത്തുനിന്നാണ്. അവിടുത്തെ ചിലരെ ഇന്നലെ ആർബറിനടുത്ത് വെച്ചൊരു അടിപിടി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെ ജാമ്യത്തിലിറക്കണം. പ്രതികൾ ഇപ്പോഴും ലോക്കപ്പിലാണ്. അതെ, കോടതിയിൽ നിന്നും ജാമ്യം എടുത്തുള്ളാനാണ് ഇൻസ്പെക്ടർ പറഞ്ഞത്. ഈ അടിപിടിയിൽ വല്ല കത്തിക്കുത്തോ ജീവാവ അതൊന്നുമില്ല. എങ്കിൽ വിഷമമില്ല. ഫാദർ പ്രതികളുടെ പർട്ടിക്കുലേഴ്സ് തരും. നമുക്ക് ജാമ്യം എടുക്കാം. എന്താ അവരൊക്കെ വന്നറ? അമ്മേ, ചേട്ടനൊക്കെ വന്നിട്ടുണ്ടെന്നാ. അപ്പച്ചാ, കേസിന്റെ അവധിക്ക് ഇയാളും വരേണ്ടി വരും. എവിടെ താമസിപ്പിക്കുക? ഞാൻ കൂടെ താമസിപ്പിച്ചോളാം. മോളെ. മോനെ, മോന് വല്ലതും പറ്റിയോ? അവരെന്നെ ഉപദ്രവിച്ച? ഇല്ല ചേട്ടാ. വിടടായി, വെട്ടിക്കളഞ്ഞ കൈ. ആ, വേദനയുണ്ടല്ലേ? അനുഭവിച്ചു. നീ എന്തിനാടാ ഈ കടമുക്കോമാരെ കൂടെ തല്ലിന് പോയത്? എല്ലാ കാര്യം ഞാൻ പറഞ്ഞില്ലേ. മമ്മ ഒന്ന് വേഗം കെട്ടിക്കേ. ഞങ്ങൾക്ക് പോണം. ഇവനെ എവിടേക്കാ കൂട്ടിക്കൊണ്ടു പോണേ? എന്റെ വീട്ടിലേക്ക്. ഓ, നിന്റെ ഒരു വീട് വലിയ 2 നിലമാളികയല്ലേ? അവൻ ഇവിടെ എങ്ങാനും കിടന്നോട്ടെ. മമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടുണ്ട്. എങ്ങോ കിടന്നിരുന്ന ചെറുക്കനെ നിങ്ങൾ കൊണ്ടുപോയി തല്ലു കൊള്ളിച്ചില്ലേ? ഇനി മഞ്ഞിലും തണുപ്പിലും കിടത്തണോ? ഡാ പീറ്ററെ, നീ നിന്റെ വീട്ടിൽ പോ. കുഞ്ഞുവിടെ